ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഇതിൻ്റെ മെയിൻ ചേരുവയായ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ട് അരിയരുത്, ഈ ഒരു തിക്നെസ്സിൽ വേണം അരിയാനായിട്ട്. അതേപോലെ തന്നെ ഒരുപാട് കനം കൂടും ചെയ്യരുത്. ഇനി കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങയുടെ കറയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ കളറ് കുറച്ചൊന്ന് മാറുന്നത് കാണാം. ആ സമയത്ത് നമ്മൾക്ക് വഴുതനങ്ങ ഇതിനകത്തുനിന്ന് പുറത്തെടുക്കാം. ഇത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വേണ്ട മറ്റുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഇത്രയും റെഡിയാക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. കറയെല്ലാം നന്നായി പോയിട്ടുണ്ട്. ഇനി വഴുതനങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ പുരട്ടുന്ന അതേപോലെ തന്നെ പുരട്ടി വയ്ക്കുക. എല്ലാം നന്നായി പുരട്ടി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം വേണം നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കുറച്ച് നേരം തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. വഴുതനങ്ങ ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത്. ഇപ്പോൾ വഴുതനങ്ങയെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ വഴുതനങ്ങയെല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു വഴുതനങ്ങ എടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും വഴുതനങ്ങയെല്ലാം വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിയും മറ്റ് ചേരുവകളൊക്കെ തയ്യാറാക്കി വെക്കാനായിട്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി മറ്റുള്ള ചേരുവകൾ തയ്യാറാക്കാം. വറുത്ത് വെച്ച വഴുതനങ്ങ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് സവാള അരിഞ്ഞതാണ്. ഒരു സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3-4 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതാണ്. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. എരിവ് നല്ലോണം വേണ്ടവരാണെങ്കിൽ 1-2 ഉണക്കമുളകും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തേക്ക് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. വാളൻപുളിയുടെ ഒരു ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2-3 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വരണം. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ വഴറ്റി ഇതൊക്കെ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. മിക്സിയുടെ വലിയ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് പാകത്തിന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾക്ക് വഴുതനങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. അത് കണക്കാക്കി കുറച്ച് വലിയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വഴുതനങ്ങ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പം ഇതിനകത്ത് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാ വഴുതനങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കുക. മിക്സിയിൽ അരക്കരുത്. വഴുതനങ്ങയും കൂടെ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. വഴുതനങ്ങ എല്ലാം നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റും. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ചമ്മന്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.